ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോന്ന്. ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്കയും ABC ജ്യൂസ് കഴിക്കാറുണ്ട് നിങ്ങൾ? അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ജ്യൂസാണ് കേട്ടോ അത്. ഞാൻ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ഹെൽത്തിയായ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം. ക്ഷീണം മാറ്റാനും ഹെൽത്തി ആയിരിക്കാനും ചെറുപ്പമായിരിക്കാനും ഉന്മേഷം കൂട്ടാനൊക്കെ പറ്റിയൊരു റാഗി, ആ റാഗിയും കൂടെ ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 2-3 ഗ്ലാസ് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ റാഗി ഒന്ന് കലക്കിയെടുക്കാം. സാദാ പച്ചവെള്ളത്തിൽ വേണ്ടി കലക്കുന്നത് കേട്ടോ. നല്ലവണ്ണം കട്ട പിടിക്കാതെ കലക്കിയെടുക്കണം കേട്ടോ. നമുക്ക് റാഗി പുട്ടായിട്ട് കുറുക്കായിട്ട് എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. കുട്ടികൾ റാഗിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടി കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയൊരു ജ്യൂസാണ് കേട്ടോ അത്. നല്ലവണ്ണം കട്ട പിടിക്കാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ റാഗിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൈ വിടാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് ഇളക്കണേ, അല്ലാഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടിയിൽ. അപ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്കയും ഒക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. തണുക്കാൻ വെച്ചതാണ് കേട്ടോ. മൊത്തം തണുത്തതിൻ്റെ ശേഷം നമുക്ക് ജ്യൂസാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലവണ്ണം തണുത്തതിൻ്റെ ശേഷം ജ്യൂസാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ക്വാളിറ്റി ഉള്ളതിനാൽ ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ ജ്യൂസാക്കിയത്. അപ്പോൾ അതാ മധുരത്തിന് ഞാനിവിടെ കാരക്കയാണ് കേട്ടോ എടുത്തത്. ഷുഗറുള്ള ആൾക്കാർ കാരക്ക ഒഴിവാക്കിയാണ്ട് കേട്ടോ. കുറച്ച് അളവൊന്ന് കുറക്കുന്നത് നല്ലതാണ്. ബദാം ഉണ്ടെങ്കിൽ ഒരു 5-6 ബദാമും ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ബദാമിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കടലയാണ് കേട്ടോ ഉപയോഗിച്ചത്. കടല തൊലി കളഞ്ഞിട്ട് നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് ഉപയോഗിക്കാവൂ കേട്ടോ. കട്ടപ്പാലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചത്. നല്ല കട്ട പാൽ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. തണുത്തതിൻ്റെ ശേഷം ഉപയോഗിക്കാവൂ കേട്ടോ. ഇത് ജ്യൂസാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകമായിട്ട് പറയാണ്, ചൂടിൽ ഒരിക്കലും അടിക്കരുത്. നല്ലവണ്ണം തണുത്തതിൻ്റെ ശേഷം അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കൂടുതലുള്ളതിനാൽ ഞാൻ 2 തവണയായിട്ടാണ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് 2 തവണയായിട്ടാണ് കേട്ടോ അതവിടെ അടിച്ചെടുത്തത്. കാരക്കയിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ്, നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ കാരക്ക ഒന്നും മിസ് ചെയ്യരുത്. ബദാമും ഉണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 തവണയായിട്ട് ഞാൻ ഇതവിടെ അടിച്ചു കഴിഞ്ഞു. ചിയാ സീഡ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ചിയാ സീഡ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മിസ്സായി പോയി വീഡിയോയിൽ നിന്ന്. അപ്പോൾ അത് ജ്യൂസാക്കി മാറ്റിയതിൻ്റെ ശേഷം ഭംഗിക്ക് വേണ്ടി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ചിയാ സീഡ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിവിടെ ഇട്ടത്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയൊരു ജ്യൂസാണ്. നോമ്പിന് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ചിയാ സീഡും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഭംഗി കൂട്ടാൻ അല്ലേ. മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ വരാം.